എമ്പുരാൻ സിനിമയുടെ ചില റെക്കോർഡിംഗ് വർക്കുകളൊക്കെ ഇപ്പോൾ ന്യൂയോർക്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും എമ്പുരാൻ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിൻ്റെ സെൻസറിങ് ഇന്നലെയാണല്ലോ കഴിഞ്ഞത്. ഈ വരുന്ന 15-ാം തീയതി ആയിരിക്കും എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എമ്പുരാൻ സിനിമയിൽ ഓൾമോസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിലെ താരങ്ങളുണ്ടെന്നും അതുപോലെ തമിഴ് ഇൻഡസ്ട്രിയിലെ താരങ്ങളുണ്ടെന്ന് ഇപ്പോൾ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന കിഷോർ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മൾ എമ്പുരാൻ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ കണ്ടവർ മാത്രമല്ല, സിനിമയിൽ ഒരുപാട് സർപ്രൈസിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടെന്ന് ഇപ്പോൾ ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചതുകൊണ്ടാണ് എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷൻസ് ഒന്നും നടക്കാത്തതെന്ന് പല ഫേക്ക് റൂമേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിളും ട്രെയിലറും അതുപോലെ പ്രൊമോഷണൽ ഇവൻറ്റ്സും ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവും. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ലെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ FTFS ടൈമിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സിനിമയുടെ റെഗുലർ ഷോസ് ആരംഭിക്കുന്നത് രാവിലെ 9 മണിക്കായിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി സിനിമയുടെ FTFS ആരംഭിക്കുന്നത് പുലർച്ചെ 5 മണിക്കോ 5:30 ആയിരിക്കുമെന്നും അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ റിലീസിന് 10 ദിവസം ഉള്ളപ്പോഴൊക്കെ ആയിരിക്കും സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലിയോ സിനിമയുടെ കേരള FT കളക്ഷൻ എമ്പുരാൻ സിനിമ തകർത്താലും ഇല്ലെങ്കിലും എമ്പുരാൻ സിനിമയ്ക്ക് ആദ്യ ദിനം പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ സിനിമയ്ക്ക് എന്തായാലും കേരളത്തിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ കേരള FT കളക്ഷൻ ഇടാൻ എമ്പുരാൻ സിനിമയ്ക്ക് സാധിക്കും. എന്തായാലും എമ്പുരാൻ സിനിമയുടെ ഗംഭീര അപ്ഡേറ്റുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.